ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പോൾ അതേ ഞങ്ങൾ ഇന്നൊരു ഡ്രൈവ് പോകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് കുറേ വണ്ടികളുണ്ട് കേട്ടോ. പിന്നെ ഞാനും അമലും യാസീനിപ്പിയും ഞങ്ങൾ 3 പേരും കൂടെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് ഒരു റുബിക്കോൺ ഉണ്ട്, 3 ഫോർച്യൂണർ ഉണ്ട്, 2 ജിംനി ഉണ്ട്, ഒരു താറുണ്ട്. ഇന്ന് നമ്മൾ തകർക്കൂട്ടോ, ഇന്ന് നോക്കിക്കുമെന്ന്. നമ്മളിപ്പം വാഗമൺ റൂട്ടിൽ തന്നെയായിട്ടാണ് പോകുന്നത്. വാഗമൺ റൂട്ടിൽ കുറച്ച് വഴി ഉണ്ടാക്കിയൊക്കെ നമ്മൾ കുറച്ചാൾ മുമ്പ് പോയായിരുന്നു. അപ്പോൾ ആ വഴിയിൽ തന്നെ ചെല്ലാം. അവിടുത്തെ ടാസ്കുകൾ എങ്ങനെയുണ്ടെന്ന് അറിയാം, കയറാൻ പറ്റുമോ എന്ന് നോക്കാം, ഏതൊക്കെ വണ്ടി കയറുമെന്ന് അറിയാം. ചിലപ്പോൾ വഴി ശരിയാക്കിയിട്ടുണ്ടാവും, ഒന്നും നമുക്കറിയത്തില്ല. അതേ മിഥുൻ ചേട്ടൻ ഇവിടെ കട്ട വെയിറ്റിംഗ് ആട്ടോ. ആൾ രാവിലെ വന്ന വെയിറ്റിങ്ങിൽ വന്ന് നിന്ന് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എയറൊക്കെ ഒന്ന് കുറച്ച് അതിനുള്ള പരിപാടി ആയിട്ട് നിൽക്കുക. ബാക്കി ഇതേ വണ്ടികളൊക്കെ വന്നു. അങ്ങനെ ജിംനി വന്നു, 2 ഫോർച്യൂണർ. ഇവർ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വന്നതാട്ടോ. ഇതിൽ ഫോർച്യൂണർ 2 ഫോർച്യൂണറും വേറെ ഒരു ജിംനി ഉണ്ട്, അതും തിരുവനന്തപുരത്ത് നിന്ന് വന്നതാട്ടോ. മറ്റേ വണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഇനി നമ്മുടെ സുജിനും ടീമൊക്കെ എത്താനുണ്ട്, വെയിറ്റിങ്ങിലാട്ടോ. ഇനി എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് പോകാമെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുക. നല്ല വിശേഷം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് കുറച്ച് ടീമുകളുണ്ട്. അതായത് 2 ജിംനി ഉണ്ട്, 3 ഫോർച്യൂണർ ഉണ്ട്, റുബിക്കോൺ ഉണ്ട്, പിന്നെ ഒരു താറുണ്ട്. ഇത്രയും വണ്ടിയല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജീപ്പുണ്ട്. ഇത്രയും വണ്ടികളുമായിട്ടുള്ള ഒരു ലോങ് ഡ്രൈവ് ആട്ടോ. ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട് നീളം കൂടുതലായിരിക്കും, അതാ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ വാഗമൺ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് കയറി മേലെത്താൻ പറ്റുമോ എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ലാണ്ട് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. ഫുള്ള് റോഡ് പണി നടക്കുന്ന സിറ്റുവേഷൻ ആട്ടോ. ഉണ്ടോ ഓരോ വണ്ടികളുണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. അപ്പം മിഷീനൊക്കെ താഴെ ചാടി തവിട് കൂടിയ കേട്ടോ. എല്ലാം ഒടിഞ്ഞ് പറഞ്ഞു പോയിട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള വഴി തന്നെയാണ്, പക്ഷേ നല്ല ടാസ്കായി കിടക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഈ കയറ്റം കയറി വരുമ്പം നമുക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ ചെന്നാലും നമ്മൾ പെട്ടുപോകുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല വെയിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷം കണ്ടാൽ അറിയാം, മരങ്ങളിൽ മാത്രം പച്ചപ്പുള്ളൂ, താഴെയുള്ള പുല്ലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുക, ഫുള്ള് പൊടിയും മണ്ണും. നേരെ മറിച്ചൊരു മഴയും വൈബൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ക്ലൈമറ്റ് അല്ല ഇപ്പം, ഭയങ്കര മോശമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ പടം മടുത്തു പോകും കേട്ടോ. ഇച്ചിരി മഞ്ഞും തണുപ്പും മഴയൊക്കെ ഉണ്ടെങ്കിലാണ് രസമുള്ളൂ. എന്നാൽ മഴ ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്, എന്നാൽ ചൂട് കൂടിയാലും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥ തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര നല്ല വീഡിയോ ആണെങ്കിലും വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞെന്നുള്ളൂ, വലിയ വൈബൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ജിംനി ഉണ്ടെങ്കിലും ഒരുപാട് മോഡിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. സാധാ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. പിന്നെ ടയർ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതല്ലാണ്ട് വേറെ ഒന്നും ജിംനിയിലേക്ക് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ 3 ഫോർച്യൂണർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 2 എണ്ണം 2010-11 ആ ഒരു ടൈമിലുള്ള വണ്ടികളാട്ടോ. അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ ഇച്ചിരി ലിഫ്റ്റഡാണ്, MT ടയറുണ്ട്, അലോയൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ വരുന്ന ഈ വണ്ടിയിൽ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റോക്ക് ടയറും കാര്യങ്ങളും സ്റ്റോക്ക് ഷോക്കും അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടതിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ സുജിൻ്റെ കൂടെ ഉള്ളത് തന്നെ വണ്ടിയാട്ടോ, നമ്മുടെ റുബിക്കോൻ്റെ കൂടെയുള്ള ഫോർച്യൂണറാണ്. അത് മോഡൽ കൂടിയ ടൈപ്പ്, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ വണ്ടിയാണ്. ഇവന് ഇപ്പോൾ ഇത്തവണ ഇച്ചിരി ഷോക്കും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ടയറും അലോയും എല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഈ വണ്ടിയായിട്ട് വന്നിട്ട് താഴെ ഇട്ടിട്ട് പോയതാണെങ്കിൽ ഇപ്പോൾ അതിനെ കൊണ്ട് മേളിൽ കയറാൻ തീരുമാനിച്ച പോലത്തെ കണ്ടീഷനാണ്. അതിപ്പോൾ അത്യാവശ്യം ഏത് വഴിക്കും നമ്മുടെ ജീപ്പ് കയറുന്ന വഴിക്കും കയറും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ കോൺഫിഡൻറ്റ്. എന്തായാലും നമ്മൾ ഇനിയും ഇത് കൂടി സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ പരീക്ഷണം നടത്തുന്നത് കേട്ടോ. പിന്നെ ഇവനെ ജിംനി, ഇത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വന്ന ജിംനി ആട്ടോ. ഇത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, ഇച്ചിരി ഹൈറ്റ് കൂടുതൽ തോന്നിക്കണ്ട കേട്ടോ. എന്തായാലും MT ടയറൊന്നും അല്ല. പിന്നെ ഉള്ളത് നമ്മുടെ റുബിക്കോൺ. ഇത് പിന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുമുണ്ട്, കാണിച്ചിട്ടും ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് എന്ത് പറയാനാണ് അതിൻ്റെ അകത്ത്. ഇനി ചെയ്യാത്ത വർക്കായിട്ട് ഇനി എന്നാ ഉള്ളതെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പുള്ളിക്ക് ഈ വണ്ടിയും കൊണ്ട് ഈ വഴിക്ക് കയറി വരുമ്പോൾ വണ്ടിക്ക് അറിയാൻ പാടില്ല ഇത് ഓഫ് റോഡാന്നുള്ള കാര്യം. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്.
നമ്മൾ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറുമ്പം ഇത് വളരെ കൂളായിട്ട് പോകും. ഇവിടെ മൊത്തത്തിൽ ഉണങ്ങി കിടക്കുവാട്ടോ, ഒരു പച്ചപ്പ് കാര്യങ്ങളും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഈ നല്ല പച്ചപ്പും ഒക്കെ ഉള്ളത് ഒരു ചെറിയൊരു മഴയുള്ള സമയത്ത്, ആ മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊളിയാട്ടോ. ഇതിപ്പോൾ മൊത്തം വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ് അങ്ങോട്ട് കയറണേ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. യാസിനിപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ പോയിട്ട് വന്നിട്ട് കിതച്ച് പട്ടി കിതക്കണ പോലെ കിതച്ചുകൊണ്ടിരിക്കണ കേട്ടോ കാണണേ. മടുത്തു പോയിട്ടോ യാസി. അതുകൊണ്ട് പുറത്തിറങ്ങിയുള്ള വീഡിയോസ് എന്തായാലും അതെ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങി ഓടണത്, അതുകൊണ്ടുള്ള മടുപ്പുണ്ട്. എന്തായാലും പയ്യൊന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങിയുള്ള വിഷ്വൽസൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര അവസ്ഥ, അതുപോലത്തെ ചൂടുമാണ്, ഭയങ്കര പൊള്ളലാണ്. അപ്പോൾ എന്തിനാ ഇനി വല്ല വേറൊരു സാധനം വരുമ്പോൾ ചൂടത്ത് അതിൻ്റെതാ ചൂടൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ശരീരത്തിൽ പൊള്ളലേക്കൂലേ, അങ്ങനെയെല്ലാം സംഭവിച്ചാൽ പറയാൻ പറ്റൂല. ഇത് ഉയരം കൂടുന്തോറും ഉള്ള പ്രശ്നം കേട്ടോ. പിന്നെ പോയി നോക്കാനായാലും മേളിൽ എവിടം വരെയും പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ടാസ്ക് കിടന്ന സ്ഥലമില്ലായിരുന്നു അന്ന്. ആ വിഷയം കിടന്നതൊക്കെ ഇപ്പോൾ എവിടെയാ ഈ ഭാഗത്തോടെ കണ്ടല്ലായിരുന്നോ? പക്ഷെ ഇപ്പം ലെവലായല്ലോ അത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ വഴിയൊക്കെ ശരിയാക്കി ചമ്മി പോവും ഗൈസ്, പറഞ്ഞിട്ട് വരില്ല. എന്നാലും പോയി നോക്കട്ടെ. അതെ, ടാസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇതേ കാണുന്ന മലയുടെ മേളിലേക്കുള്ള വഴി നമ്മൾ കയറുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ പുതിയ ക്യാമറയിലത്തെ വീഡിയോസ് ആട്ടോ, Insta360. സംഭവം കുഴപ്പമൊന്നുമില്ല, ചില സമയങ്ങളിൽ നമുക്ക് ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം തന്നെ അത് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്, നമ്മുടെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇച്ചിക്കൂടെ നീളം കൂടിയ സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ഡ്രോൺ ഷോട്ട് തന്നെ നമുക്ക് പക്കായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് വീഡിയോ ചെയ്യണ പോലെ ഇരിക്കും. ഇത് ഇച്ചിരി അടുത്തായതുകൊണ്ട് ഇതിപ്പം 1.20 4 അടി നീളമുള്ള സൈസ് സ്റ്റിക്കാട്ടോ ഇത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ടാസ്കുകളില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് വീണ്ടും മേളിൽ കയറാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇതിന് മുമ്പുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മളിട്ട് കുത്തി മറിഞ്ഞ് കയറിയ സ്ഥലം കേട്ടോ. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്, ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം കേട്ടോ. അന്ന് ഈ സ്ഥലം ഏത് അവസ്ഥയിലാണ് കിടന്നതെന്നുള്ള കാര്യം കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മളന്ന് ഇവിടെ വന്നിട്ട് ഫോർച്യൂണർ താഴെ ഇട്ടു, എന്നിട്ട് പിന്നെ അമലിൻ്റെ ബൊലേറോ ഉണ്ടായിരുന്നു അന്ന്. ആ വണ്ടി നല്ല ഇടിച്ച് കുത്തി കയറി, അതിൻ്റെ പുറകെ ജീപ്പ്, അതിൻ്റെ പുറകെ റുബിക്കോൺ എല്ലാം വന്ന് കയറി. നല്ലൊരു രസമായിരുന്നു അന്നത്തെ. ക്ലൈമറ്റും ഭയങ്കര രസമായിരുന്നു, മഴയൊക്കെ പെയ്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും മഞ്ഞും തണുപ്പും ഒരു ഭയങ്കര ഫീലായിരുന്നു. നമുക്കിനി അന്നും പിന്നെ മേളിലേക്ക് കയറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വഴിക്ക് വെച്ച് തന്നെ റോഡ് പണിത് വലിയ കല്ല് കൂട്ടിയിട്ട് കൊണ്ട് കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നു. അതിന് ശേഷം പിന്നെ വണ്ടി കയറി മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നമ്മൾ 4 വീൽ ലോയിലേക്ക് ഇട്ട് ഫസ്റ്റ് ഗിയർ വിട്ട് പതുക്കെ കയറി പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇച്ചിരി ലാഗാണ് എൻ്റെ മെയിൻ കാര്യം. അതാണ് വണ്ടികളൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തോ അതിലേക്ക് അടിച്ച് കുറച്ചല്ല കയറുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ വന്ന് കയറിയപ്പോൾ അത് നന്നായിട്ട് കാല് കൊടുത്ത് കയറി വന്നതാണ്. ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ദൈവം മിഥുൻ ചേട്ടനും പറവറാന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പുറകെ ജിംനി ആട്ടോ. ഇനി അടുത്ത ജിംനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ജിംനിയുടെ പെർഫോമൻസ് കണ്ടതാണ്. പക്ക ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. സംഭവം കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ലിഫ്റ്റഡ് ആണെങ്കിൽ, നല്ല ഇച്ചിരി വീതിയുള്ള ഇച്ചിരി വലിയ ടയറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇവരൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിൽ നിൽക്കുന്നവർ തന്നെയാണ് കേട്ടോ എല്ലാം. അപ്പോൾ ദേ വണ്ടി എന്ത് സുഖമായിട്ടൊക്കെ കയറി വരെ നോക്ക്. പിന്നെ ഇതിന് വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുഴപ്പമല്ല അതങ്ങനെയാണ്. അതായത് നമ്മുടെ ലോക്കർ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കുടുങ്ങി കഴിയുമ്പോൾ നമ്മൾ കാല് കൊടുത്ത് കയറുമ്പോൾ ജസ്റ്റ് ടയർ 2-3 തവണ കിടന്ന് കറങ്ങുമ്പോൾ ഉടൻ തന്നെ നമ്മൾ കാല് കുറയ്ക്കും. അങ്ങനെ ഒരിക്കലും കുറയ്ക്കരുത്. കാരണം ആ ടയർ കിടന്ന് കറങ്ങി കഴിയുമ്പോഴേക്കും ടയർ കറങ്ങുവാണ്, സ്ലിപ്പിംഗ് ഏരിയ ആണ്, അല്ലെങ്കിൽ കെയറില്ലാത്ത രീതിയിൽ വണ്ടി പെട്ടി നിൽക്കുകയെന്നും പറഞ്ഞുകൊണ്ട് എഞ്ചിനിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴാണ് ലോക്കർ കയറി പിടിക്കുന്നത് കേട്ടോ. ഡിഫറൻഷ്യൽ ലോക്ക് കയറി പിടിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൂട്ട് ലോക്കറുള്ള വണ്ടികളൊക്കെ കാല് കൊടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കയറി പിടിച്ചിട്ട് പിന്നെ വണ്ടി മുന്നോട്ട് കയറിക്കോളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ ഒരുപാട് വണ്ടികളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ആദ്യം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലം കുറയ്ക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വണ്ടി അവിടെ സ്റ്റക്കാവും. നേരെ മറിച്ച് കാല് കൊടുക്കുവാണെങ്കിൽ ആ ഓട്ടോ ലോക്കർ അതിൻ്റെ അകത്ത് കൂടി ഓണായിട്ട് പിന്നെ വണ്ടി കയറി പോകട്ടെ ചെയ്യുന്നത്. അങ്ങനെ അടുത്തത് ഫോർച്യൂണർ വന്നു.
ഈ വരുന്ന ഫോർച്യൂണറിന് വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടയർ ഭയങ്കര മോശമാട്ടോ. ടയർ തീരെ ഇല്ല ശരിക്കും പറഞ്ഞാൽ, ആകെ മൊത്തം ടയർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഇച്ചിരി ഹൈറ്റും കുറവുപോലെ തോന്നുന്നുണ്ട്. അത് ടയറിനൊക്കെ ത്രെഡ് കുറവായത് കൊണ്ടായിരിക്കണം. എന്നാലും മാക്സിമം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പം നമ്മൾ വണ്ടിയുടെ കഴിവിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത്. കാരണം പല സ്ഥലങ്ങളിലും എത്ര കൂടിയ വണ്ടിയാണെങ്കിലും കേരളത്തിനടുത്ത് ചിലപ്പോൾ ഒന്നുമില്ലാത്ത നിസ്സാര വണ്ടിയെ കയറി പോകണ കാണാം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് സ്കില്ലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ നമ്മൾ നമുക്കൊരു പകുതി എന്നാണ് താൻ പതി ദൈവം പതി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അവസ്ഥ തന്നെയായിട്ട് ഇതിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ അത് എങ്ങനെ പുള്ളിയുടെ വണ്ടിയും കയറിപ്പോയി. ഇനി അടുത്തതുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വിട്ടുപോയി. പിന്നെ നമ്മുടെ കൂട്ടിലെ കോഴിയാണല്ലോ, എപ്പോൾ വേണേലും പിടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ. ഇനി എന്നായാലും ഇനിയുള്ള ഡ്രൈവുകളിലൊക്കെ നല്ല നല്ല ഡ്രൈവുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, പോകാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ ഇച്ചിരി എക്സ്ട്രീം ലെവലിലേക്കുള്ള യാത്രകളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ കല്ലുംകൂട്ടത്തിൽ കൂടെയൊക്കെ വന്ന കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ഇച്ചിരി ഒരു മഞ്ഞും മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവല് ആ റേഞ്ചും ഒന്നും മാറിയാനേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ചെയ്തേക്കുന്ന ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഓടിക്കാനും ഓഫ് റോഡ് ഓടിക്കാനും നമുക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺ റോഡിലാണെങ്കിലും മാറ്റിയിടാം, ഓഫ് റോഡിങ് ആണെങ്കിലും മാറ്റിയിടാം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു ഷോക്ക് അതിൻ്റെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടിയും തന്നെ വളരെ കൂളായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. ഇനി മേളിലേക്ക് പോകുമ്പോഴത്തേനും അവിടെയുള്ള അവസ്ഥ എന്താണ്, എത്രത്തോളം ഭീകരമാണ്, ഇനി അതല്ലെങ്കിൽ എത്രത്തോളം സിമ്പിളാണ് എന്നുള്ളത് മേളിലേക്ക് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ കൂളായിട്ടാട്ടോ റൂബിക്കോണൊക്കെ കയറി പോണേ. നമ്മുടെ വണ്ടിയിൽ ലോക്കറൊക്കെ സെറ്റ് ചെയ്താൽ നമ്മളിങ്ങനെയൊക്കെ തന്നെ കയറുമല്ലോ. ലോക്കർ ഇല്ലാണ്ടൊക്കെ നമ്മൾ ഇത്രയും കയറണല്ലേ അല്ലേ നമ്മുടെ വണ്ടി നോക്കി. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴിയായിട്ട് കിടന്ന സ്ഥലങ്ങളാട്ടോ. ഈ ഒരു ഏരിയയിലെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് ചാടിപ്പോയ സ്ഥലം ഇവിടെയൊക്കെ. നമ്മളുടെ വണ്ടി ഇവിടെ ലോക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയോട്ട് അവിടെ നിന്ന് പറന്നു വന്ന് കയറുന്നു. അങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു അന്നത്തെ. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. വാഗമൺ സൈഡിലേക്ക് പോകുന്നവർ എല്ലാവരും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. പോയില്ലെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ചൂടും വെയിലുമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ചെന്ന് കയറിയാലും വലിയ കുഴപ്പമൊന്നും. പക്ഷേ പകൽ സമയത്ത് അധികം ഇറങ്ങി പോകാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ അന്ന് വന്നിട്ട് കയറാൻ പറ്റാതിരുന്നൊരു സ്ഥലം കൂടെ ആയിട്ട് ഇവിടെ പാറ പൊട്ടിച്ചിട്ടത് കൊണ്ട്. അപ്പോൾ ഓരോ വണ്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പതുക്കെ പതുക്കെ മേളിലേക്ക് പോകാട്ടോ. കല്ല് കല്ല് അപ്പോൾ താറും വളരെ സിമ്പിളായിട്ട് അതിനെ കയറി പോകണേ. 32 ഇഞ്ച് ടയറായിട്ടോ അതിൻ്റെ അത് കിടക്കുന്നത്. അതും വളരെ കൂളായിട്ട് കയറി. ഈ ലെഫ്റ്റ് സൈഡിലൊരു കുഴിയുണ്ട്, അത് ചടാണ്ടാണ് അപ്പുറത്തേക്ക് കടന്ന് പോകണേ കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ജിംനി. അപ്പോൾ ഓരോ വണ്ടികളിങ്ങനെ കടന്ന് പോകുമ്പം സംഭവം രസമാണ്, അടിപൊളിയാണ്. പക്ഷേ ഇച്ചിരി വൈബുള്ള സമയം കൂടെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഞാൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോയെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടുത്ത ഫോർച്യൂണർ, അവനും വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ട്. മറ്റേ ഫോർച്യൂണറിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടയർ തീരെ കുറവാണ്. അപ്പോൾ ത്രെഡ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് മണ്ണിലും കല്ലിലും ഒന്നും പിടിക്കണില്ല കേട്ടോ. അതേ പറഞ്ഞു തീർന്നില്ല, അത് തന്നെ കടന്ന് കിടക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ മാക്സിമം നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുമ്പം അത്യാവശ്യം നല്ല ടയറിൽ വലിയൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ നമുക്ക്. അതിപ്പോൾ MT ടയർ ആവണമെന്നില്ല, AT ടയർ ആയാലും മതി. ഇനി അതല്ലെങ്കിൽ സാധാ ടയറാണെങ്കിലും അത്യാവശ്യം ടയറിന് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ കയറിപ്പോകും. പിന്നെ ഇപ്പം ഈ പൊടി പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് MT ടയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടയറാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി കയറി അതിൻ്റെ ത്രെഡയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടയർ പിടുത്തം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മഴയില്ലാത്ത സമയത്താണെങ്കിൽ സാധാ ടയറാണെങ്കിലും
വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കയറി പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് മണ്ണും കല്ലും ഒന്നും കയറി ഇരിക്കാനൊന്നും പോകണില്ല. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ തീരെ കുറവായിരുന്നു. അപ്പോൾ ആൾ എം ടി ടയറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പിന് വേണ്ടി ഇട്ടതായിരിക്കണം. എനിവേ എന്തായാലും ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഈ ഒരു വണ്ടി മാത്രം കേട്ടോ. ബാക്കി എല്ലാവരും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് വണ്ടി കയറി പോയിട്ടുണ്ട്. അതും വണ്ടിയുടെ പ്രോബ്ലം ഒന്നുമല്ല, ടയറിൻ്റെ ചെറിയൊരു ഇത്. അതുകൂടെ കഴിഞ്ഞാൽ പൊളിയാം. പിന്നെ ആഞ്ഞ് പിടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ കയറി പൊക്കോളും. പിന്നെ ആൾ ഫാമിലിക്കായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യാനും നിന്നില്ല. മാക്സിമം പതുക്കെ തന്നെ കയറി പോകാനായിട്ടാണ് നോക്കിയത്. കണ്ടില്ലേ ആ ത്രെഡ് കണ്ടോ ടയറിൻ്റെ, അതങ്ങ് പിടിക്കുന്നില്ല. അതാണ് മെയിൻ കുഴപ്പം കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കയറി ഇനി അടുത്ത വണ്ടി ജിതിൻ്റെ ഫോർച്യൂണർ കേട്ടോ. അത് പിന്നെ ഒരു വിഷയമില്ല. ഈയിടെ കുറച്ച് പണിയും ചെയ്ത് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളത് ഇടയ്ക്കൊന്ന് അതിൻ്റെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനും കൂടി ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. അതിന് വേണ്ടി ഇപ്പോൾ വന്ന കേട്ടോ. അപ്പോൾ അതും സെറ്റായി, അതും കയറിപ്പോയി. വളരെ കൂളായിട്ട് തന്നെ അതും കയറിപ്പോയി കേട്ടോ. പിന്നെ അടുത്തത് ജിംനി, അവനും വളരെ സിമ്പിളായിട്ട് കയറി. പിന്നെ റൂബിക്കോൺ, ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഈ വണ്ടി കയറി പോകുന്ന ഭാഗത്ത് വഴിയില്ലായിരുന്നു കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കുറേ കല്ല് കൂട്ടിയിടാണ് കേട്ടോ, അതായിരുന്നു വഴി. ആ വഴി അവിടെ അങ്ങനെ കിടക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഇത് കാട് പിടിച്ച് കിടക്കുന്നു. അങ്ങനെ കുറേ സിറ്റുവേഷനിൽ ഞങ്ങൾ അന്ന് താഴെ താറക്കവനയുടെ താഴെയുള്ള ഭാഗത്ത് വണ്ടി എത്തി നിന്ന് ഈ റോഡ് കണ്ട് ഞെട്ടി തിരിച്ചു പോയതായിട്ട് ഇവിടം വരെ ഞങ്ങൾ വന്നിരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് മേളിലേക്ക് പോക്കാണ്. അതെന്താണ് അവസ്ഥ, എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളതൊക്കെ മേളിലേക്ക് പോയി നോക്കണം. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ റോഡ് ഇങ്ങനെ ആക്കണതിന് മുമ്പ് ഞങ്ങൾ അപ്പുറത്തോടെ വന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഇതിലൂടെ പോണത് ഇത് ആദ്യമായിട്ടോ. പിന്നെ അവിടെ ഉള്ളവർ പറഞ്ഞു കയറിയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയുടെ മേളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് ഓർത്തുകൊണ്ട് പോണതാണ്. പിന്നെ ഇത് കൂട്ട് സ്ഥലത്ത് ചെന്ന് ഞാൻ കാല് കൊടുത്ത് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ കയറി വന്ന ഫ്ലോയിൽ തന്നെ കയറിപ്പോയാൽ കുഴപ്പമില്ല. ഓവറായിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ കിടന്ന് കറങ്ങുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് ആദ്യം ഇപ്പോൾ താഴെ വെച്ചിട്ട് കാല് കൊടുത്തപ്പോഴേക്കും വണ്ടി ചുമ്മാ കിടന്ന് കറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം കാല് കൊടുത്തില്ല, അധികം ആക്സിലേറ്റർ കൊടുക്കാണ്ട് പതുക്കെ കയറിയപ്പോൾ വണ്ടി ഈസി ആയിട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ ഈ വഴി എന്തായാലും മറ്റുള്ള വണ്ടികൾ വന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരിക്കും. കാരണം ഇത് ഈ ജിംനി ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫറൻഷ്യൽ ലോക്കുള്ള വണ്ടികളുടെ ഒരു കുഴപ്പം, നമ്മൾ ഒരുപാട് കാല് കൊടുത്തു കഴിയുമ്പം വണ്ടി ചുമ്മാ കറങ്ങുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാലെടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് ആ വണ്ടിയിൽ സംഭവിച്ചത്. അപ്പോൾ ആൾ ശരിക്കും കാല് കൊടുക്കുക, കാല് കൊടുത്ത് വണ്ടി ചുമ്മാ കയറാനുള്ള ചുമ്മാ കിടന്ന് കറങ്ങുവാണ് എന്ന് തോന്നിക്കഴിയുമ്പം പുള്ളി പെട്ടെന്ന് കാല് റിലീസ് ചെയ്യും, ആക്സിലേറ്ററിൽ നിന്ന് കാല് റിലീസ് ചെയ്യും. അപ്പോൾ വണ്ടി വീണ്ടും സീറോയിലേക്ക് എത്തും. പിന്നെ വീണ്ടും കാല് കൊടുക്കും, വീണ്ടും കറങ്ങുവന്ന് കാണും, പിന്നെ റിലീസ് ചെയ്യും. ഇത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. പിന്നെ പുള്ളിക്ക് ടെക്നിക്ക് പിടികിട്ടി. കാല് കൊടുത്ത് കഴിയുമ്പോഴേക്കും ടയർ ചുമ്മാ കിടന്ന് കറങ്ങുവന്ന് കാണുമ്പം പെട്ടെന്ന് ലോക്ക് കയറി പിടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ആ കണ്ടോ കാല് കണ്ടോ ടയർ ചുമ്മാ ഒന്ന് കറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വണ്ടി ഈസി ആയിട്ട് കയറണമുണ്ടോ. അപ്പോൾ ആ ലോക്കറിൻ്റെ സിസ്റ്റം ഇതാട്ടോ സംഭവം. നന്നായിട്ട് കാല് കൊടുത്തേ വണ്ടി കയറി പിടിക്കും. ആ പിടിക്കാൻ ശരിക്കും അറിയാൻ പറ്റും. ടയർ പെട്ടെന്ന് ആ കറങ്ങണ സ്റ്റക്കായിട്ട് നിൽക്കും. അത് ബ്രേക്ക് ചവിട്ടി നിർത്തണ പോലെ സ്റ്റക്കായി നിന്നിട്ട് പിന്നെ പിടിച്ച് കയറുവോട്ടെയാണ്. അങ്ങനെ അവനും കയറി. അടുത്ത ഫോർച്യൂണർ, അതും അത്യാവശ്യം കാല് കൊടുത്താൽ കയറി തന്നെ കേട്ടോ. തുള്ളിച്ചാടി മൊത്തം പൊടിയും പാർത്തി അടിച്ചു പൊളിച്ചത് കയറി. പക്ഷെ ഇവൻ കുഴപ്പമില്ല, ഇവന് ടയറുണ്ട്. അടുത്തവൻ വരുമ്പോഴാണ് പണിയിരിക്കണം കേട്ടോ. മറ്റവനാണ് അതിലും വലിയത്. മറ്റവൻ ഇച്ചിരി കൂടുതൽ കളിക്കും. കാല് കുറയ്ക്കല്ലേ, ഉടക്കി. അടി വരഞ്ഞു, അടി ഉടക്കി. ഈ സൈഡ് ഇച്ചിരി പിടിച്ച് കയറുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് ഒരു സൈഡ് പിടിച്ച് ഈ റൈറ്റോ ലെഫ്റ്റോ പിടിച്ച് കയറി വരാൻ പറ്റും. അപ്പോൾ അടി തൂല കല്ല് സെൻറ്റർ ഇവിടെ കാല് കുറയ്ക്കാതിരുന്നാൽ കയറിപ്പോയാനെ.
കാല് കുറച്ച് ഫസ്റ്റ് ഏലാണോ ഇട്ടേണത്? അത് സെക്കൻഡ് കയറി വരില്ലേ? അത് ഇച്ചോടെ കാല് കൊടുത്ത് കാരണം സെക്കൻഡിൽ ഇച്ചിരി മൂവിങ് ആയിട്ട് കയറി വരാൻ പറഞ്ഞു. കാല് കൊടുത്ത് ആ ഫസ്റ്റ് ഏലായതുകൊണ്ട് ആ ത്രോട്ടായിട്ട് കിടന്ന് കറങ്ങണത്. സെക്കൻഡിലിട്ട് വരട്ടെ. ആ വണ്ടിയുടെ ടയറ് പഞ്ചറായിട്ടോ, കാറ്റ് പോയിക്കൊണ്ടിരിക്കുക, ബാക്കി ഇറക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സ്റ്റെപ്പിന് കയറാൻ വേണ്ടി. കാലു വിൻ്റെ ടാസ്ക് ഒക്കെ പോകണോ? 4 വീലർ ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ കേട്ടോ. അതാ പറഞ്ഞേ, അല്ലെങ്കിൽ സൈഡെങ്കിലും ഇട്ട് കൊടുത്ത് കയറാൻ പറ്റും. ഒരുപാട് കൂർത്ത കല്ലുകളുള്ള വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒത്തിരി കിടന്ന് കാല് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ടയർ ഒരെണ്ണം കീറി. അപ്പോൾ അതുകൊണ്ട് അത് താഴെയിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം നമ്മുടെ ജിതിൻ്റെ വണ്ടി മേളിലേക്ക് എടുത്തു കയറ്റി കൊണ്ട് വരും കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എം ടി ടയറൊക്കെ കിടപ്പുണ്ട്. ഈ ഒരു സ്ക്വയറിൽ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ മാക്സിമം വണ്ടീനെ നിർത്താൻ നോക്കും. പഴയ പാർസലുകളിൽ ഒരു കുഴപ്പമില്ല, വെയിറ്റിൻ്റെ ഒരു പ്രശ്നമല്ല പഴയ പാർസൽ. അങ്ങനെ അവനും അവിടെ കറങ്ങി കേട്ടോ. അത് കഴിക്കോളൂ. മാനുവലല്ല, ഓട്ടോമാറ്റിക്. ഒന്നുമില്ല, അന്ന് പോടാമെന്നോ. ബൊലേറോ ഉണ്ടായിരുന്നു, കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു നമ്മളെ. മനസ്സിരിക്കട്ടെ, എൻ്റെ മാത്രം മനസ്സിരിഞ്ഞാൽ പോരല്ലോ. അങ്ങനെ വന്നാൽ മതി, കറക്റ്റാ അത്. പക്ഷേ ഇതിനാ ലോക്കറുണ്ട്, അതിനില്ല. അതാണ് വിഷയം. ഇല്ലില്ല, അതിനില്ല. അതിന് ആ പവർ പോയി, തട്ടിയില്ല. കണ്ടോ, ഫ്രണ്ട് വീല് പിടിക്കണല്ലോ അതിൻ്റെ. വാ അത് തന്നെ, വാ. അങ്ങനെ ടയറും മാറിയിട്ട് നമ്മുടെ ഫോർച്യൂണർ തീ പോലെ കയറിപ്പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ നമ്മുടെ ജിമ്മിക്കുട്ടൻ വന്നുണ്ട്. ഓക്കെ, അവൻ കയറി തന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കി. കാല് കൊടുത്ത് വരുമ്പോൾ ലോക്കർ ഓട്ടോമാറ്റിക്കലി കയറി പിടിച്ചോളൂ. പിന്നെ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി വന്നോളൂ. അതാട്ടോ അതിൻ്റെ സെറ്റപ്പ്. കണ്ടോ, അടിപൊളി. കയറി ഞങ്ങൾ റുബിക്കോണെ ഞങ്ങളങ്ങനെ ഓഫ് റോഡിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം ഇതിന് ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഇത് ചുമ്മാ ജസ്റ്റ് നമ്മുടെ സാധാരണ നാഷണൽ ഹൈവേയിലൊക്കെ പോകുന്ന പോലെ ആ ഒരു ഫീൽ അത് കയറിപ്പോണേ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഓഫ് റോഡിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ അമേരിക്കക്കാരാട്ടോ ഇതൊക്കെ ഉൾപ്പെടുത്തുള്ളൂ. നമുക്ക് പിന്നെ സാധാ ഒരു സെറ്റപ്പ് അത്ര നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ഇതുവരെ നമ്മൾ യാത്ര ചെയ്യാത്തൊരു ഏരിയയിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് മേളിലേക്ക്, ആ മലയുടെ മേളിലേക്കുള്ള വഴിയാട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കാണണ്ടേ, എങ്ങനെ കയറണ്ടേ എന്നുള്ളതൊക്കെ പോയി കയറി നോക്കിയിട്ട് പറയാം. എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ആ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഇടാം. ഒത്തിരി ലെങ്ത്തിലേക്ക് വീഡിയോ ഇട്ടത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ വെച്ച് നിർത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കന്മാർ ഇനി അടുത്ത ട്രാക്കിലേക്ക് കയറുവാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ ആയിട്ട്, ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.